ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് എടുത്ത ശേഷം അതിൽ വല്യേട്ടൻസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വല്യേട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ വരും. അതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിക്കാം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവള് പറഞ്ഞു, നീ പറ. ഞാൻ പറഞ്ഞു ടിക്ക മസാലയും ബട്ടർ നാനും ഉണ്ടാക്കാം. ഗാർലിക് ബട്ടർ. പക്ഷെ അത് നിങ്ങളിപ്പോൾ കാണിക്കുന്നില്ല. ടിക്ക മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്കപ്പോൾ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. എല്ലാ ഡിഷസിലും നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത് അത് മാരിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷനാണ്. അപ്പോൾ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 kg ചിക്കൻ. ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അത് കഴിഞ്ഞ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലിയും നമ്മുടെ നോർമൽ എരിവുള്ള മുളകും കൂടെ സമാസമം ചേർത്തിട്ടുള്ളതാണ്. കാശ്മീരി ചില്ലി മാത്രമുള്ള അങ്ങനെ സെപ്പറേറ്റും ചേർക്കാം അല്ലേ, കളർ കിട്ടാൻ? കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി ചില്ലി കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ജീരകപ്പൊടി നമ്മുടെ നോർമൽ ജീരകം, പെരുംജീരകമല്ല നോർമൽ ജീരകം, അത് ഒരു 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂൺ, തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്, പുളിയുള്ളത് എടുക്കരുത്. അപ്പോൾ തൈര് 3 ടീസ്പൂൺ തൈര് എടുക്കാം, ഒരു 3.5 ടീസ്പൂൺ തൈര് എടുക്കാം. നാരങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്, അതും കൂടെ. വലിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾ അരമുറി എടുത്താൽ മതിയാവും. ഇപ്പം നീര് കുറവായതുകൊണ്ടാണ് നമ്മൾ ഒരു നാരങ്ങ എടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് കസ്തൂരി മേത്തി കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് നേരടി കൊടുത്ത ശേഷം അതും കൂടെ. അപ്പോൾ കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ബോൺലെസ് ചിക്കൻ കിട്ടിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ടിക്ക മസാലയ്ക്ക് ഉണ്ടാക്കുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ അത് നമ്മൾ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വീട്ടിലെ ബട്ടറാണ്. അമ്മ ഇങ്ങനെ ബട്ടറൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റേതായ ടേസ്റ്റും വരും കേട്ടോ, വീട്ടിലെ ബട്ടർ ആയതുകൊണ്ട്. ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ചിക്കൻ നമ്മൾ ഓരോന്നായിട്ട് ഇടും. ചിക്കൻ വീണ്ടും പറയുകയാണ്, ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. നമുക്കത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാമേ. നല്ല മണമുണ്ട്. ശരിക്കും നമ്മുടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മണമാണ് കിട്ടുന്നത്. നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അല്ലേ, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ബട്ടർ, 1 സ്പൂൺ ബട്ടർ, അല്ലെങ്കിൽ 1.5 സ്പൂൺ ഫുൾ ബട്ടറിൻ്റെ കളിയാണ്.
നല്ല മണം ബട്ടർ, കാരണം ഹോം മെയ്ഡ് ആണല്ലോ. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം, 1 സ്പൂൺ ജീരകം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യരുത്, ചേർക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. കാരണം വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ ഫുഡുകൾ ഉണ്ടാക്കുമ്പോഴാണ് വെളിച്ചെണ്ണ ശരിയാകുന്നത്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ സവാള അതിലേക്ക് ഇടുവാണേ, ചോപ്പ് ചെയ്ത് വെച്ച സവാള. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. എപ്പോഴത്തേം പോലെ നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വേണം ചേർക്കാൻ. ഞങ്ങൾക്കിപ്പോൾ കൈ അളവാണ് ഇട്ടിരിക്കുന്ന ഉപ്പ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി നമ്മൾ 3 തക്കാളിയുടെ പ്യൂരിയാണ് അത് പേസ്റ്റാക്കി എടുത്തത് ഇതിലേക്ക് വെച്ചു. ഇതൊന്ന് തിളച്ച് തക്കാളിയുടെ ആ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് മാറി വരുമ്പോൾ അപ്പം നമുക്ക് ബാക്കി മസാലയൊക്കെ ഇടാം. നമ്മുടെ തക്കാളിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വഴറ്റി. ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി ഇടുന്നത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം കുറവാണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ ഇത് ബട്ടറിൻ്റെ ഇതാണ് കാണുന്നത്, അത് കുഴപ്പമില്ല. ബട്ടറിലല്ലേ ഫ്രൈ ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും. കടക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഹോം മെയ്ഡ് ആണ്. ഫ്രഷ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാതെ. ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് കസ്തൂരി മേത്തി കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നേരത്തെ കാണിച്ച പോലെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഞരടി എന്നിട്ട് വേണം കറി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഒന്നുകൂടെ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡി. അപ്പോൾ നമ്മുടെ പറഞ്ഞ സാധനം റെഡി ആയിട്ടുണ്ട്. ഹാപ്പിനെസ് സന്തോഷം കാരണേ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. നാൻ കണ്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഗാർലിക് നാൻ. ഇത് ലെമൺ റൈസ്, ഇത് അമ്മ ഉണ്ടാക്കിയത്. നമ്മുടെ ടിക്ക മസാല, അത് ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ. അപ്പോൾ ഇനി അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിക്കും. ആദ്യം നമുക്ക് നാനൊന്ന് എടുത്ത് അപ്പോൾ ഇനി ഞാനും ഒന്ന് കഴിച്ചോക്കാം. ചേട്ടൻ കണ്ടോ. അപ്പോൾ ഞാനും ഇതായത് എടുത്തിട്ടുണ്ട്. സൂപ്പർ, അന്യായ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലെമൺ റൈസ് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു സവാള. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.